ഞാനും അത് അംഗീകരിച്ചു തുടങ്ങി. ഇതെന്റെ വിധിയാ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ മകളിൽ നിന്നും ഇത്രയും വേദന അനുഭവിക്കേണ്ടി വരുന്നതിന്റെ വേദന. മമ്മി, ഇതെന്താ എന്റെ മുന്നിലേക്ക് വെക്കുന്നത്? നീ കഴിക്കുന്നില്ലേ? ഞാനേ സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അമ്മയാണ് സമയത്തിന് ഭക്ഷണമൊന്നും കഴിക്കാത്ത. അതുകൊണ്ടേ മിണ്ടാതെ നല്ല കുട്ടിയായിട്ട് ഇത് മുഴുവൻ അങ്ങ് കഴിച്ചേ. അത് ശരി. അപ്പൊ എന്നെ കൊടുക്കാനുള്ള ഏർപ്പാടായിരുന്നോ? പിന്നല്ലാതെ കൊച്ചു പിള്ളേരെ ഭക്ഷണം കഴിപ്പിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. എന്തൊരു വാശി അമ്മ കാണിക്കുന്നേ. കഴിച്ചേ. അതെനിക്കും എല്ലാരും കൂടി ഇരിക്കുമ്പോ മതിയായിരുന്നു. ഹാ, നാളെ തുടങ്ങി അങ്ങനെ മതി. പക്ഷേ അതിനു മുമ്പ് നേരത്തെ കഴിച്ചിട്ടുണ്ടാവണം. ഇന്നിപ്പോ രാവിലെ കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല. പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് മനസമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാന്ന് കരുതിയാലേ അമ്മേ, നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തില് ഭക്ഷണം കഴിക്കലേ ഉണ്ടാവില്ല. നമ്മള് പോകുന്നതിന്റെ കൂടെ പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മള് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ തലയിൽ കെട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് അങ്ങോട്ട് നടക്കന്നെ. കഴിക്കേണ്ട നേരത്ത് കഴിക്കുക, ഉറങ്ങേണ്ട നേരത്ത് ഉറങ്ങുക. ഈ പ്രശ്നങ്ങളൊക്കെ നേരിടാൻ ഒരു മനസ്സമാധാനമൊക്കെ വേണ്ടേ തങ്കം? നീ കൂടുതൽ ആത്മവിശ്വാസം ഒന്നും കാണിക്കല്ലേ. അത് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് എനിക്കറിയാം. എനിക്ക് പേടി വേണ്ട സ്ഥലങ്ങളിലൊക്കെ പേടിയുണ്ട്, ടെൻഷൻ വേണ്ട സ്ഥലങ്ങളിലൊക്കെ ടെൻഷനും ഉണ്ട്. എന്ന് കരുതി എല്ലാ നേരത്തും അങ്ങനെയായിരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. അമ്മേ, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വരുത്തി വെക്കും. നാട്ടുകാരായിട്ട് തല്ലുവോ കയ്യും കാലും ഒടിക്കോ എന്തെങ്കിലും ചെയ്യട്ടെ. അത് ഒരു കൂട്ടര് പക തീർക്കാണെന്ന് പറയാം. പക്ഷേ നമ്മളോട് പക തീർക്കേണ്ട കാര്യമുണ്ടോ? വർത്താനമൊക്കെ ഇത്ര കാര്യത്തില് തന്നെയാ. അതെ, നീ കൂടെ കുറച്ച് കഴിക്കേ. ആഹാ, എനിക്ക് വേണ്ട. അതങ്ങ് മുഴുവൻ ഇരുന്ന് കഴിച്ചാ മതി. അതെങ്ങനെയാ ഞാൻ ഒറ്റയ്ക്കിരുന്ന് വാരി കഴിക്കുന്നേ? നിനക്കും കൂടി വാരി തന്നാലല്ലേ എനിക്കൊരു മനസമാധാനം കിട്ടൂ. ഭക്ഷണം വാരിത്തന്നോ അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇപ്പൊ ഈ പ്ലേറ്റിലുള്ളത് രണ്ടുപേരും കൂടെ കഴിച്ചു കഴിയുമ്പോ എന്താന്നറിയില്ല, എന്റെ വയറ് നിറഞ്ഞു എന്നൊന്നും പറയാൻ നിൽക്കരുത്. വീണ്ടും ഭക്ഷണം എടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ കൂടെ കഴിക്കാം. എന്റെ പൊന്നോ, സമ്മതിച്ചു. മനുഷ്യനെ അങ്ങ് ഇല്ലാണ്ടാക്കി കളയാണല്ലോ നീ. അതെ, ചില കാര്യങ്ങളില് ചില നിർബന്ധ ബുദ്ധികളൊക്കെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അമ്മയുടെ ചില കുട്ടിത്തരങ്ങള്. അതിനിത് തന്നെയാ മറുമരുന്ന്. മതി. ആദ്യം നീ ഭക്ഷണം കഴിക്കേ. കഴിക്ക. വേറെ പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ലെങ്കിലും ഇടയ്ക്കിങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കിട്ടിയാൽ മാത്രം മതി. അതൊരു വലിയ സന്തോഷാ. ഞാനുള്ളിടത്തോളം കാലം നീ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും, എന്റെ കയ്യിൽ നിന്ന് ഉരുള വാങ്ങി കഴിച്ചോണ്ടിരിക്കുകയും ചെയ്യും. തങ്കം ഭക്ഷണം തരുന്നത് കാണാൻ ഒരു ചന്തൊക്കെ ഉണ്ട്. കൃഷ്ണമോൾക്ക് അത് തിന്നുന്നതേ ഒരു രസമാ. നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങള് ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ അമ്മേ. കഴിക്കുമോളെ. ഇനി ഞാൻ തരാം. മമ്മി, കളരിക്കല് ചില സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷേ അതിലൊന്നും ഞാൻ തെറ്റുകാരിയല്ല. സത്യത്തിൽ അവിടെ നടക്കുന്ന ഓരോ പ്രോബ്ലത്തിലേക്കും കരുതി കൂട്ടി അവരെന്നെ ട്രാപ്പ് ചെയ്യുന്നതാ.
എനിക്കറിയാം മമ്മി, ഞാൻ നവീന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഇഷ്ടമല്ലാത്തവര് ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒഴിഞ്ഞു മാറിക്കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ബിക്കോസ് ഐ ലവ് ഹിം വെരി മച്ച്. എന്റെ ഇഷ്ടം, എന്റെ വാശിയാണ് നവീൻ. അതെനിക്ക് ആരെങ്കിലും നിഷേധിക്കുമ്പോ എന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല മമ്മി. അതാ സംഭവിച്ചു പോകുന്നേ. മമ്മി പ്ലീസ്, മമ്മി എന്തേലും ഒന്ന് പറ. ഗാഥ മാഡം, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഗാഥ മാഡത്തിന് ഇഷ്ടാവില്ലെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും കരുത്തുള്ള സ്ത്രീ സിത്താര മാമാണ്. കൂടെയുള്ള പല നിമിഷങ്ങളിലും പല സിറ്റുവേഷനുകളും മാം കവർ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ നടുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ അത്രയും ചങ്കൂറ്റുള്ള സിത്താര മാം വീണു പോകുന്നത് ഗാഥ മാഡത്തിന്റെ മുമ്പിലാ, ഗാഥ മാഡത്തിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിലാ. ഗാഥ മാഡം ഇടയ്ക്കിടയ്ക്ക് കളരിക്കലേക്ക് പോകുന്നു, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി തിരിച്ചു വരുന്നു, ഇവിടെ വന്ന് വെറുതെ വാശിയും കാണിക്കുന്നു. പക്ഷേ അതിനിടയിൽ എപ്പോഴെങ്കിലും സിത്താര മാമിന്റെ മനസ്സ് കാണാൻ ഗാഥ മാഡം ശ്രമിച്ചിട്ടുണ്ടോ? ഈ അമ്മ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ വിഷമിക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഐ ലവ് യു മമ്മി എന്ന് പറയാനും ചേർത്ത് പിടിക്കാനും ഉമ്മ കൊടുക്കാനും ആർക്കും പറ്റും. പക്ഷേ അതിനപ്പുറം മാഡം സ്വന്തം അമ്മയുടെ മനസ്സും കൂടി ഒന്ന് കാണണം. മമ്മി എന്നോട് എന്തെങ്കിലും ഒന്ന് പറ മമ്മി. എന്നെ കുറച്ച് വഴക്കെങ്കിലും ഒന്ന് പറ മമ്മി പ്ലീസ്. വേണ്ട മോളെ, നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ചിട്ട് കാര്യമില്ല. ഞാനും അത് അംഗീകരിച്ചു തുടങ്ങി. ഇതെന്റെ വിധിയാ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ മകളിൽ നിന്നും ഇത്രയും വേദന അനുഭവിക്കേണ്ടി വരുന്നതിന്റെ വേദന. മമ്മി കണക്ക് പറച്ചിലൊന്നുമില്ല, അതിനെനിക്ക് താല്പര്യവുമില്ല. പക്ഷേ ഒന്നിനും അർഹതയില്ലാത്തവളായി പോയി നിന്റെ മമ്മി.